നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രശേഖരൻ CIയോട് പറഞ്ഞു, എടോ താൻ എത്രയും പെട്ടെന്ന് തന്നെ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ വീട് റെയ്ഡ് ചെയ്യാൻ നോക്ക്. ഒരു പക്ഷേങ്കിൽ വിക്രം അവിടെ ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾക്കും തോന്നി അത് നല്ലൊരു കാര്യമെന്ന്. പിന്നീട് പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് ഞാൻ നീങ്ങാം. എന്തായാലും ചീഫ് ജസ്റ്റിസിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മതിയല്ലോ, ജില്ലാ ജഡ്ജിയുടെ വീടല്ലേ. അപ്പോൾ അവിടെ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് വാറണ്ടും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, ആ വാസവനെ ഒന്ന് വിളിച്ചാൽ മതി. വാസവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. വാസവൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്നും പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറഞ്ഞു, എടാ അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ശ്രീകാന്ത് പറഞ്ഞു, എൻ്റെ അച്ഛ അതിന് അവൻ അവിടെ കയറി ഒളിച്ചിരിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? എടാ ഇല്ലടാ, അവൻ അവിടെ കയറി ഒളിച്ചിരിക്കത്തൊന്നുമില്ല. പക്ഷേങ്കിലുണ്ടല്ലോ നിന്റെ അച്ഛൻ ശങ്കരനാരായണന് ഇതൊരു തിരിച്ചടിയായിരിക്കും എന്ന് പറഞ്ഞു. തിരിച്ചടിയോ? അതേന്നേ, അയാൾ ശരിക്കും നാണം കിടും. നാണം കിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ദേഷ്യമായിരിക്കും. ഇപ്പൊ ശ്രീകാന്ത് അവിടെ ഒളിച്ചിരിപ്പിലെ പോലും വീട്ടിൽ കയറി സെർച്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു നാണക്കേടല്ലേ അയാൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അയാൾ എത്രയും പെട്ടെന്ന് തന്നെ വേദയും ആ വിക്രവും തമ്മിലുള്ള ബന്ധം ഒഴിവാക്കാനേ ശ്രമിക്കുള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാം അല്ലേന്ന് ചോദിച്ചു. ശരിയാ, അത് കൊള്ളാം, നല്ലൊരു കാര്യം തന്നെയാന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ CIയും കൂട്ടരും കൂടെ ജഡ്ജിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ചോദിച്ചു, ഇതെന്താ കുറേ ആൾക്കാരുണ്ടല്ലോ, എന്താ ഇനി വല്ല പ്രതികളെ കൊണ്ടുവന്നാണെന്ന് ചോദിക്കണം. അപ്പോൾ പോലീസുകാർ കുറേ ആൾ വന്നതുകൊണ്ടാണ് ജഡ്ജി അങ്ങനെ ചോദിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും CI പറഞ്ഞു, അല്ല സാർ, അല്ല പിന്നെന്തിനാ ഇവരുടെ അകമ്പടിയോടുകൂടി CI ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. സാർ ഒരു വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. വാറണ്ടോ? പിന്നീട് ആ പേപ്പർ അങ്ങോട്ട് എടുത്തു കൊടുക്കണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സെർച്ച് വാറണ്ട് ഉണ്ട് സാർ എന്ന് പറഞ്ഞു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം CI നോക്കിയിട്ട് ശങ്കരനാരായണൻ ചോദിച്ചു, അല്ല ഇതെന്താ ഈ സെർച്ച് വാറണ്ട്? പോലീസ് അന്വേഷിക്കുന്ന ഒരു കൊടുംക്രിമിനൽ ഇവിടെ ഇരിപ്പുണ്ടെന്നോ? അതെ സാർ, അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഒന്ന് അന്വേഷിക്കാനായിട്ട് വന്ന ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടോ പത്മിച്ചു, ആരാ ശങ്കരേട്ട, ആരുടെ കാര്യം പറയണേന്ന് ചോദിച്ചു. വിക്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയണേ. വിക്രോ? അവരെങ്ങനെ ഇവിടെ? ഈ സമയം CI പറഞ്ഞു, അവൻ ഒളിവ് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവസാന കോള്. പിന്നെ അതിനുശേഷം ഒരു 3-4 ദിവസത്തിന് പിന്നെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്നലെ വീണ്ടും ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഈ കാഞ്ഞിരംകുളം ടവർ ലൊക്കേഷൻ വെച്ച് ഓൺ ആയിരിക്കുന്നത്. ഓൺ ആയ ഉടനെ തന്നെ ഓഫായി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശങ്കരനാരായണൻ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലാണ് അവൻ കയറി ഒളിച്ചിരിക്കണമെന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ, ഒരു പക്ഷേങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. സാറിൻ്റെ മരുമോനൊക്കെ ആണല്ലോ. അതിനേക്കാളുപരി ഒരു പക്ഷേങ്കിൽ അവൻ ഇവിടെ എവിടെയെങ്കിലും കയറി ഇരിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശങ്കരനാരായണൻ പറഞ്ഞു, അതൊരിക്കലും ഇല്ലയെന്ന് പറഞ്ഞു. അവൻ എൻ്റെ മോളുടെ ഭർത്താവൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ മോൾ അവിടെ വിട്ടു പോന്നതാന്ന് പറഞ്ഞു. സാറേ, അവൻ മൊബൈൽ ഓണാക്കിയിട്ട് അപ്പം തന്നെ ഓഫാക്കി. അതിനർത്ഥം പെട്ടെന്ന് ആരോ അവനെ നിർബന്ധിച്ചതല്ലേ മൊബൈൽ ഓഫ് ചെയ്യാനായിട്ട്. പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട്. അല്ല, സാറിൻ്റെ മോളുടെ ഫോണിലേക്കാണ് അവസാനം അവൻ വിളിച്ചിരിക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശങ്കരനാരായണൻ ചോദിച്ചു, ശരിയാണോ വേദയെന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, എന്നാ ദിവസം ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല, ഒരു 3-4 ദിവസം മുമ്പൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പണം അയച്ചു തരുമെന്ന് ചോദിച്ചു. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞു. പണം ഇട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് എന്നെ വിളിച്ചിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആ സമയത്ത് CI പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഈ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും വന്നിട്ട് അവൻ ഫോൺ ഓണാക്കി കാണുമായിരിക്കും, അതായിരിക്കും. എന്നാലും ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിയമം അനുസരിച്ചല്ലേ മതിയാവുള്ളൂ, നിങ്ങൾ സെർച്ച് ചെയ്തോ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സെർച്ച് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വേദ മുകളിലത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ശങ്കരനാരായണൻ ചോദിച്ചു, ഇതെങ്ങോട്ടാ നീ പോണേ? ഇവിടെ നിൽക്ക്. വീട്ടിൽ സെർച്ച് ചെയ്യാനായിട്ട് പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരാ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം, ഒരിടത്തേക്ക് പോയിക്കൂടാ, അതാണ് നിയമം എന്ന് പറഞ്ഞു. വേദ പിന്നെ ഒന്നും മിണ്ടിയില്ല. വേദ താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു പോലീസുകാരൻ മുകളിലത്തെ മുറിയിലേക്ക് എല്ലുവാണ്. അങ്ങനെ വേദയുടെ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് എന്നിട്ട് അവിടെ തുറക്കാൻ തുടങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ മുറി ലോക്കായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അയാളെ താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, മുകളിലത്തെ ഒരു മുറി ലോക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അതെൻ്റെ മുറിയാ, ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കീ എൻ്റെ പോക്കറ്റിനകത്തായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയത്, പിന്നെ എൻ്റെ ഫോണും കൂടെ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ശരി എങ്കിൽ പോയി മുറി തുറന്നു കൊടുക്കാനായിട്ട് എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വെപ്രാളം ഉണ്ടായിരുന്നു. മുറിക്കകത്ത് വിക്രം ഉണ്ടായിരുന്നല്ലോ, അപ്പം ഈ മുറി ലോക്കാന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വിക്രം അകത്തിരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. വിക്രത്തിന് മനസ്സിലായി ഇത് പോലീസാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം. പിന്നീട് വേദ മുറിയിലേക്ക് പോയി മുറി തുറക്കുകയാണ്. ഈ സമയത്ത് വിക്രം എന്ത് ചെയ്തു, അവിടുന്ന് ടെറസിലേക്കൊരു വാതിലുണ്ടായിരുന്നു ആ മുറിയിൽ നിന്ന്, അതിലൂടെ പതുക്കെ ടെറസിലേക്ക് കയറുവാണ്. വേദയ്ക്കാണ് വല്ലാത്തൊരു നെഞ്ചിടിപ്പുണ്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് കയറിയിട്ട് ആ പോലീസുകാരൻ മുറിയിൽ ആകെപ്പാടെ അരിച്ചു പെറുക്കുകയാണ്. കട്ടിലിൻ്റെ അടിയിലും എല്ലായിടത്തും നോക്കി. അങ്ങനെ ഒടുവിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വാതിലുണ്ട്. ഈ വാതിൽ എങ്ങോട്ടേക്കുള്ളതെന്ന് ചോദിച്ചു. ടെറസിലേക്കുള്ളതെന്ന് പറഞ്ഞു. നേരെ ടെറസിലേക്ക് കയറി പോവാ. ആ സമയത്ത് വിക്രം എന്ത് ചെയ്തു, അവിടെ സൈഡിലേക്ക് മാറുകയാണ്. അയാൾ വരുന്നതനുസരിച്ച് സൈഡിലേക്ക് മാറി കൊടുത്തോണ്ടിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങായിരുന്നു. വിക്രം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരിക. ആ സമയത്ത് വേദ കണ്ടത്, വേദ പെട്ടെന്ന് വിക്രത്തെ വലിച്ചുകൊണ്ട് നേരെ ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് വിക്രത്തോട് എന്തേ ഈ ബാത്റൂമിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. വിക്രത്തെ ബാത്റൂമിനകത്തേക്ക് കയറ്റി. വേദ അതിനകത്ത് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് അയാൾ തിരിച്ചിറങ്ങി വന്ന് ബാത്റൂം പെട്ടെന്ന് തുറക്കുന്നത്. വേദ പെട്ടെന്ന് ചോദിച്ചു, എന്താണോ ഇത്, തനിക്കൊരു മാനേഴ്സ് അല്ലേ, ബാത്റൂം ഇങ്ങനെ. അയ്യോ സോറി മാഡം പറഞ്ഞു. വിക്ര ആ ബാത്റൂമിൻ്റെ സൈഡിലുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടെ. വേദ പറഞ്ഞു, തനിക്ക് സംശയമല്ലേ ബാത്റൂമിലുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പകുതി കഥ അങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്തു ബാത്റൂമിനകത്തെല്ലാം ഉണ്ടോയെന്ന്. അപ്പോൾ കഥകിനെ മറിഞ്ഞ് വിക്രം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അയാൾക്ക് മനസ്സിലായി ബാത്റൂമിനകത്ത് ആരുമില്ലെന്ന്. പിന്നീട് അയാൾ ആ ഡോർ അങ്ങോട്ട് ചാരൻ സമയത്ത് വേദ പതുക്കെ അവിടെ അങ്ങോട്ട് കൈവച്ചു. അപ്പോഴേക്കും വേദയുടെ കയ്യിലേക്ക് വന്ന് ആ ബാത്റൂമിൻ്റെ ഡോറ് ശക്തിയായിട്ട് അടയുവാണ്. വേദ അയ്യോ എൻ്റെ കയ്യിൽ നിന്നും പറഞ്ഞുകൊണ്ട് കരയുവാണ്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അയ്യോ സോറി മാഡം, സോറി കേട്ടോന്ന് പറഞ്ഞു. തനിക്ക് എന്താടോ കണ്ണു കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വേദ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് കരഞ്ഞുകൊണ്ട്. ആ സമയത്ത് ശങ്കരനാരായണൻ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു, എൻ്റെ മിസ്റ്റേക്കാ സാറേ, ഞാൻ കണ്ടില്ലായിരുന്നു. കാരണം ഞാൻ കഥ അടയ്ക്കണ സമയത്ത് മാഡത്തിൻ്റെ കൈ അതിനകത്തായി പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് CI പറഞ്ഞു, നോക്കിയൊക്കെ വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്ന് ചോദിച്ചു. ഈ സമയം ആ പോലീസുകാരൻ പറഞ്ഞു, മുകളിലൊക്കെ അന്വേഷിച്ചു സാറേ, അവിടെ എങ്ങും ആരും ഇല്ലയെന്ന് പറയണം. ആ സമയം ശങ്കരനാരായണൻ പറഞ്ഞു, അപ്പം സെർച്ച് കഴിഞ്ഞല്ലല്ലേന്ന് ചോദിച്ചു. CI പറഞ്ഞു, സെർച്ച് കഴിഞ്ഞു സാറേ, ബുദ്ധിമുട്ടിച്ചിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം വേദയുടെ കയ്യിലേക്ക് നോക്കിയിട്ട് പത്മ പറഞ്ഞു, മോളെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു. വേണ്ട, ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, ഒന്ന് ബാൻഡേജ് കെട്ടിയാൽ മതി എന്ന് പറയണം. ദീപ്തി പറഞ്ഞു, ചേച്ചി വേണമെങ്കിൽ ഐസ് കയ്യെ വെക്കാന്നൊക്കെ പറഞ്ഞു. വേണ്ട, മുറിയിൽ മരുന്നുണ്ട്, ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു. വേദം മുറിയിലേക്ക് കയറിപ്പോയി. അതേസമയം പത്മ ശങ്കരനാരായണനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെ കാണാനിരിക്കുന്നു, ദൈവമേ ഇതൊക്കെ എന്തായെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലോ എന്ന് പറഞ്ഞു. ശങ്കരനാരായണൻ പറഞ്ഞു, തുടക്കമായിട്ടേ ഉള്ളൂ, അവനെ കാണാത്തതിൻ്റെ പേരിൽ ഇപ്പം ഇവിടെ വന്ന് തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണനും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് CI സെർച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് വിക്രത്തെ അവിടെ നിന്ന് കണ്ടില്ല എന്നൊക്കെ പറയണം. ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ ചോദിച്ചു, എന്തായടാ കാര്യങ്ങൾ, വിക്രത്തെ അവിടെ നിന്ന് കിട്ടിയില്ലെന്ന്. അത് നമുക്ക് പിന്നെ അറിയാവുന്ന കാര്യമല്ലേ, വിക്രം അവിടെ കാണത്തില്ലെന്ന്. അല്ല അവൻ പിന്നെ എന്തിനായിരിക്കും ആ ഫോൺ ഓൺ ചെയ്ത് നമ്മുടെ വീടിൻ്റെ അവിടെ വന്നിട്ട്. അവൻ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് വേദയെ വിളിക്കാനായിരിക്കും എന്ന് ചന്ദ്രശേഖർ പറയാണ്. പക്ഷേ എങ്കിൽ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ അബദ്ധമായി തോന്നിക്കാണും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, നേരിട്ട് വന്ന് വേദയെ കണ്ടു. വേദയെ കണ്ടുപോയി. അതെങ്ങനെ സാധിക്കും, അവിടെ ഞങ്ങൾ എല്ലാവരും ഉള്ള സമയത്ത് വിക്രത്തിന് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. എല്ലാവരുടെയും കണ്ണുകെട്ടി അവൻ വന്ന് കാണും, വേദയെ കണ്ട് കാര്യം സംസാരിച്ച് പോയി കാണും. അപ്പം അച്ഛൻ പറയുന്നത് ഇപ്പോഴും വേദയുമായിട്ട് അവന് കണക്ഷൻ ഉണ്ടെന്നാണ്. പിന്നെ അല്ലാതെ വേദയായിരിക്കും അവനെ സഹായിക്കുന്നത്, അവനെ ഒളിച്ചിരിക്കാൻ സഹായിച്ചിരിക്കുന്ന വേദയായിരിക്കും. നീ ഒരു കാര്യം ചെയ്യുക, വേദനെ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്യണം. അവൾ എങ്ങോട്ടേക്ക് പോകുന്നു എങ്ങനെയൊക്കെ ഒരു പക്ഷേങ്കിൽ വാച്ച് ചെയ്യണം, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുമായിരിക്കും. അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അവളാണെങ്കിൽ അവൾ മിക്കവാറും അവനെ കോണ്ടാക്ട് ചെയ്യും. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് അവനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ശരിയച്ചാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് വേദ മുറിയിലേക്ക് വന്ന് കഥ അടച്ചു. ആ സമയം വിക്രം ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് ഇരിക്കുമായിരുന്നു. വിക്രം പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു വേദയെന്ന് പറഞ്ഞു. എന്ത്? അല്ല അത് പിന്നെ ഞാനിവിടെ വരണ്ടായിരുന്നു, ഞാനിവിടെ നിന്നുകൊണ്ടല്ലേ നിനക്ക് ഈ പ്രശ്നങ്ങളുണ്ടായത്, കൈയും കൂടെ കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതൊന്നും സാരമില്ല വിക്രം, പിന്നെ സാരമില്ലെന്ന് നിനക്ക് പറയാം, ഞാൻ കാരണം നിനക്കിപ്പോൾ വേദന ആയില്ലേന്ന് ചോദിച്ചു. അതെ, ഭർത്താവിനെ രക്ഷിക്കേണ്ട ഭാര്യയുടെ കടമയല്ലേ, ഞാൻ അത്രേ ചെയ്തോളെന്ന് പറഞ്ഞു. അല്ല നിന്റെ അച്ഛൻ എന്ത് പറഞ്ഞു?
അല്ല, അച്ഛൻ ആദ്യം ഒന്ന് ചൂടായി അവരോട്, പിന്നീട് പറഞ്ഞു സെർച്ച് ചെയ്തോളാൻ പറഞ്ഞു. സെർച്ച് പറഞ്ഞും കൊണ്ടാണല്ലോ അവർ വന്നേ. അല്ല, അവർക്ക് എങ്ങനെയാ പെട്ടെന്ന്? അതെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഫോൺ ഓണാക്കരുതെന്ന്. എന്നിട്ട് അത് കേൾക്കാതെ വിക്രം ഇന്നലെ ഫോൺ ഓണാക്കി. ആ ഫോൺ ഓണാക്കിയതുകൊണ്ട് ടവർ ലൊക്കേഷനൊക്കെ അവർ നോക്കിയിരിക്കുമല്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് അവർ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, അപ്പോൾ അവരതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നല്ലാതെ, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ ആ ഫോണിൽ നിന്ന് ആരെയും വിളിക്കുകയും ചെയ്യരുതെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ആകെപ്പാടെ വിഷമായി. വേദ പറഞ്ഞു, ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചു പോയായിരുന്നു. ആ പോലീസുകാരൻ കേട്ടിട്ട് വിക്രത്തിനെ ബനിയൻ കട്ടിലെ കിടപ്പുണ്ടായിരുന്നല്ലോ, ഇതെടുത്തിട്ട് ആരുടെയാന്നൊരു ചോദ്യം. പെട്ടെന്ന് പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് തടി ഉരി, അല്ലായിരുന്നെങ്കിൽ പണി പാളിയാനെന്ന് പറഞ്ഞു. ഈ സമയത്ത് വിക്രം പറഞ്ഞു, എന്നാലും എനിക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനൊന്നും ചെയ്യണ്ടായിരുന്നില്ല, കൈ പോയില്ലെന്ന് ചോദിച്ചു. കൈ പോയതുകൊണ്ട് അവർ സെർച്ച് അവസാനിപ്പിച്ചു പോയി. നീ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. അതെ, അവർ സെർച്ച് അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യമാണ്. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ അവർ വിക്രത്തിന് ഉറപ്പായിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാനെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ വേറൊരു മാർഗം കാണുന്നില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, വേണ്ടായിരുന്നു വേദേ, പിന്നെ വേണ്ടായിരുന്നു ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല. ദേ അവസാനം വിക്രമേ കാനെ കിടന്ന സമയത്ത് ലൊക്കേഷൻ അയച്ചു തന്നെ എനിക്കല്ലേ, അപ്പം പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമായിരുന്നോ? പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ തെറ്റായിപ്പോയല്ലേ, ഞാനൊന്ന് ലൊക്കേഷൻ അയച്ച് തരാൻ പാടില്ലായിരുന്നല്ലേ? പിന്നല്ലാതെ പാടില്ലായിരുന്നു പോലും. പക്ഷേ വിക്രം അങ്ങനെ ചെയ്ത ശരിയായിട്ടുള്ള കാര്യം. എൻ്റെ ഭർത്താവില്ലേ വിക്രം, അതുകൊണ്ട് വിക്രത്തെ രക്ഷിക്കേണ്ട എൻ്റെ കടമയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ്. വേദയുടെ കൈ പോയത് വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം കൈ നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു കഥകിനിടയിൽ പോയിട്ട്. പിന്നീട് വേദ പറഞ്ഞ്, വിഷമിക്കൊന്നും വേണ്ട, ഇതൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ. പിന്നെ നമുക്ക് സന്തോഷമുള്ള നിമിഷങ്ങൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ മറന്നുപോയെന്നിരിക്കും. നമ്മുടെ മുഖത്തെ ചിരിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കും. പക്ഷെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കില്ല. അത് നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത്. കാരണം ഇത് ആലോചിക്കുമ്പോൾ ഒരു സുഖമുള്ള കാര്യമെന്ന് പറഞ്ഞു. എല്ലാം വിക്രത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് വിക്രം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തെ ആശ്വസിപ്പിക്കുകയാണ് വേദ. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷ് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ്. വന്നിട്ട് ശ്രീജയോടും വിശ്വത്തോടും ചോദിച്ചു, എന്തിയെ അമ്മ എവിടെയാന്ന് ചോദിച്ചു. അതെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പുറത്ത് കിടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് മാഷം കൂടി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് നേഴ്സിനോട് ചോദിച്ചു, കമലയൊന്ന് കയറി കണ്ടോട്ടേന്ന് ചോദിച്ചു. കണ്ടോളാൻ പറയണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല കണ്ണടച്ചിടന്ന് കിടക്കുമായിരുന്നു. കമലേന്ന് വിളിച്ചു. അപ്പം അതൊക്കെ കണ്ണൂർന്ന് നോക്കുവാണ്. എനിക്കൊരു പ്രശ്നമില്ല മാഷേ, ചെറിയൊരു നെഞ്ചുവേദന വന്നോളൂ, അത്രയും പ്രശ്നമുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരിങ്ങോട്ടേക്ക് മാറ്റിയതാന്ന് പറഞ്ഞു. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് ECG കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാ, ബ്ലോക്കൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നല്ല ടെൻഷൻ സ്ട്രെസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടുണ്ടായ നെഞ്ചുവേദനയാന്ന് പറഞ്ഞു. പേടിക്കേണ്ട കാര്യമില്ല, 2 ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് മാഷ് പറഞ്ഞു, എന്നാലും കമലെ മാഷേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടായിരുന്നു, എന്തോ വല്ലാത്തൊരു സ്വപ്നമായിരുന്നു. പിന്നെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വിക്രം വേദയുണ്ട്, കൂടെ ആരാന്നറിയാവോ, അവൻ്റെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹർഷിങ്ങിൻ്റെ അന്താളിപ്പോടുകൂടി കമലയെ നോക്കുവാണ്. എന്നിട്ട് കമലയോട് പറഞ്ഞു, കമലെ നീ ഇപ്പം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അല്ല മാഷിത് എവിടെ പോയതായിരുന്നു? അത് ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാ. ആ സമയത്താണ് വിശ്വം വിളിക്കുന്നത്. വിനായകനാ കോൾ എടുത്തേ. വിനായകൻ ചിലപ്പം മാഷിനോട് പറഞ്ഞാണ് എനിക്ക് അറ്റാക്ക് വന്നതല്ലേ. ആ ശരിയാ, അങ്ങനെയാ പറഞ്ഞേ. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് ഓടിപ്പോന്നു. അല്ല വിനായകൻ എന്തിയേ? അവനും നന്ദിനിയും കൂടെ വരുന്നുണ്ട്, അവർ വരാൻ ഞാൻ കാത്തു നിന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കമല പറഞ്ഞു, അങ്ങനൊന്നും പെട്ടെന്ന് ഞാൻ പോവില്ല മാഷേ. മാഷ് എന്താ മാഷിനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് മാഷിൻ്റെ കൈ അങ്ങോട്ട് പിടിക്കുകയാണ്. വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മാഷിന് ആ സമയത്ത്. കമല കരയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നേഴ്സ് പറഞ്ഞു, അതെ ഇങ്ങനെ ടെൻഷനാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, കമലെ നീ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമലയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.